അർഹമുറഹിമീനായ തമ്പുരാൻ അല്ലാഹു ബഅദഹും അലാ ബഅദ് സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, അർഹമുറഹിമീനായ തമ്പുരാൻ നമ്മുടെ ഇരുത്തത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ചു എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും അല്ലാഹു അവൻ്റെ വിശാലമായ കാരുണ്യം കൊണ്ട് പുറത്തു മാപ്പാക്കി തരികയും അവൻ്റെ സ്വർഗലോകത്തിൽ അല്ലാഹു നമുക്ക് ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നോമ്പും നമസ്കാരങ്ങളും ഇബാദത്തുകളും അല്ലാഹു പൂർണ്ണ രീതിയിൽ കബൂൽ ചെയ്യുമാറാകട്ടെ. ലോകത്ത് യുദ്ധത്തിൻ്റെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ മനുഷ്യർക്കും അല്ലാഹു ആശ്വാസവും സമാധാനവും നൽകുമാറാകട്ടെ. സമാധാനത്തിൻ്റെ ശത്രുക്കളായ ഇസ്രായേലിന് അല്ലാഹു പരാജയം കൊടുക്കുമാറാകട്ടെ. ബഹുമാനികളെ, ഒരു വീട്ടിൽ ഏറ്റവും പ്രധാനമായി ഉണ്ടായിരിക്കേണ്ടത് സ്നേഹമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. സ്നേഹം കൊടുത്തും സ്നേഹം വാങ്ങിയും വീട്ടിലുള്ളവർ പരസ്പരം അവരുടെ കടപ്പാടുകൾ പൂർത്തീകരിക്കുമ്പോഴാണ് വീടിനകത്ത് സന്തോഷം കളിയാടുക. ഒരു ഭർത്താവ് എന്ന നിലയ്ക്ക് നാം നമ്മുടെ ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണം, അതിൻ്റെ ഏതാനും ഭാഗങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നാം അങ്ങോട്ട് സ്നേഹിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ വീട്ടിൽ സ്നേഹമുണ്ടാകണമെന്നില്ല. നാം കൊടുക്കുന്ന സ്നേഹം നമ്മുടെ ഭാര്യയിൽ നിന്നും നമ്മുടെ ഇണയിൽ നിന്നും നമ്മുടെ മക്കളിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുകയും വേണം. സ്നേഹം ഒരിക്കലും വൺ സൈഡ് ആകാൻ പാടില്ല. നാം എത്ര നല്ലവരായി ജീവിച്ചാലും നമ്മുടെ ഭാര്യ അതിനനുസരിച്ച് നന്നായിക്കൊള്ളുന്നില്ല, മക്കളും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. 950 വർഷക്കാലം അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിച്ചയാളാണ് നൂഹ് നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ഭാര്യ പോലും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല. ഷെയ്ഖുൽ അംബിയ എന്ന് വിളിക്കപ്പെട്ട പ്രവാചകൻ 950 കൊല്ലം മനുഷ്യരെ അള്ളാഹുലേക്ക് ക്ഷണിച്ചയാളാണ്. പക്ഷെ സ്വന്തം ഭാര്യയെ നന്നാക്കാനായില്ല, സ്വന്തം മകനെ നന്നാക്കാനായില്ല. ആ മകനെ വെള്ളം കയറിയ സമയത്ത്, പ്രളയമുണ്ടായ സമയത്ത് മകനോട് വാപ്പ പറയുന്നുണ്ട്, മോനെ യാ ബുനിയ ഇർകബ് മഅന, മോനെ കപ്പലിൽ കയറ്, ഈ കപ്പലിൽ കയറ്, നീ ഷഹാദത്ത് കലിമ ചൊല്ലി വാപ്പാടെ കൂടെ കപ്പലിലേക്ക് കയറ്. അപ്പൊ ആ മകൻ ആ സമയത്ത് പോലും പറഞ്ഞത്, വാപ്പ ഞാനില്ല നിങ്ങളുടെ കപ്പലിലേക്ക്. സആവി ഇലാ ജബലിൻ യഅസ്മുനി മിനൽ മാഉ, ഞാൻ വേറെ ഏതെങ്കിലും വഴിക്ക് രക്ഷപ്പെട്ടോളാം, വേറെ ഏതെങ്കിലും മലയിൽ കയറിക്കോളാം. ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഈ മകൻ, അവന്റെ പേര് കൻആൻ എന്നാണ്. കനാനാദേശം, കനാനിയ ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയുന്ന ആ പേരിൽ അറിയപ്പെടുന്നതാണ്. ആ മകൻ ഞാൻ ഏതെങ്കിലും മലമുകളിൽ കയറി രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് പറയുമ്പോൾ അവന്റെ മുന്നിൽ ഒരു മലയും ഉണ്ടായിരുന്നില്ല. ഒരു മല കണ്ടിട്ടല്ല അവൻ പറഞ്ഞത്. എന്നിട്ട് പോലും ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവൻ പറയുന്നത്, വാപ്പയുടെ കപ്പലിൽ കയറാൻ ഞാനില്ല. അപ്പോ ഒരു പ്രവാചകന് തന്റെ മകനെ നന്നാക്കാനാകുന്നില്ല, തന്റെ ഭാര്യയെ തന്റെ വഴിക്ക് കൊണ്ടുവരാനാകുന്നില്ല. അതുകൊണ്ട് നാം എത്ര നല്ലവരാണെങ്കിലും അതിനനുസരിച്ച് നമ്മുടെ ഭാര്യ നന്നായിക്കൊള്ളുന്നില്ല, നമ്മുടെ മക്കളും നന്നായിക്കൊള്ളുന്നില്ല. എന്നാൽ നേരെ മറിച്ച് വേറൊരു ചരിത്രമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ഇസ്മായിൽ അലൈഹി സ്വലാം, 2.5 വയസ്സുണ്ട് ആ കുട്ടിക്ക്, ഇസ്മായിലിന്. അപ്പോഴാണ് ആ മകനോട് വാപ്പ പറയുന്നത്, മോനെ ഇന്നി അറാഫിൽ മനാമി അന്യ അദ്ബഹുക, നിന്നെ അറക്കണമെന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ഏതു മകൻ? ആറ്റുനോറ്റ് കിട്ടിയൊരു മകനാണ്, പ്രാർത്ഥിച്ചിട്ട് കിട്ടിയൊരു മകനാ. പ്രായാധിക്യം ചെന്ന സമയത്ത് ഹാജർ ബീവിക്ക് മക്കളുണ്ടാകുമായിരുന്നില്ലല്ലോ.
അങ്ങനെ തന്റെ ജീവിതാവസാനത്തിൽ കിട്ടിയ ഒരു പൊന്നുമോനെ അറക്കണമെന്ന് പടച്ചോൻ ഒരു സ്വപ്ന ദർശനം ഉണ്ടായതേ ഉള്ളൂ. അപ്പോൾ ആ മകനോട് വാപ്പ വിവരം പറഞ്ഞു, മോനെ നിന്നെ അറക്കണമെന്ന് എനിക്ക് സ്വപ്ന ദർശനം ഉണ്ടായിട്ടുണ്ട്. ആ കുട്ടിയുടെ മറുപടി എന്താണ്? യാ അബത്തിഫ് അൽ മാത്തു ഉമർ, നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് പൊന്നു വാപ്പ. പ്രയോഗം അബി എന്ന് അബുൻ എന്നാണ് അറബിയിൽ വാപ്പയ്ക്ക് പറയുക. അബത്ത് എന്ന് പറഞ്ഞാൽ പൊന്നു വാപ്പ എന്നാണ്. ബഹുമാനവും സ്നേഹം കൂടുമ്പോഴാണ് അബത്തി എന്ന് വിളിക്കുക. എന്റെ പൊന്നാര വാപ്പിച്ചി, നിങ്ങളോട് എന്താണോ കൽപ്പിക്കപ്പെട്ടത് നിങ്ങളത് ചെയ്തു. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കും. ആ മകൻ സത്യത്തിൽ ഇങ്ങനെ പറഞ്ഞത്, വാപ്പ എന്നെ അറുത്തോന്ന് പറഞ്ഞാൽ മതി. പക്ഷെ പറയുന്ന മറുപടി, നിങ്ങൾക്ക് എന്നെ എന്തും ചെയ്യാം, എന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കും. 2.5 വയസ്സുള്ളൊരു കുട്ടിയുടെ മറുപടിയാണ്. അപ്പൊ ഇതും ഒരു പ്രവാചകന്റെ മകനാണ്, അതും ഒരു പ്രവാചകന്റെ മകനാണ്. അപ്പൊ വാപ്പ നന്നായതുകൊണ്ട് മക്കൾ നന്നാകണമെന്നില്ല, ഭർത്താവ് നന്നായതുകൊണ്ട് ഭാര്യ നന്നാകണമെന്നില്ല. അവിടെയാണ് ഒരു കുടുംബിനി, നമ്മുടെ ഇണം നന്നാകേണ്ടതിന്റെ ആവശ്യകത. ഒരു പുരുഷൻ നന്നായാൽ, നന്നാകുന്നതിനേക്കാൾ ഒരു സ്ത്രീ നന്നായാൽ വലിയ മാറ്റങ്ങൾ സമൂഹത്തിലുണ്ടാകും. ഒരു പെണ്ണ് നന്നായാൽ ഒരു കുടുംബം നന്നാകും, ഒരു സമൂഹം നന്നാകും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ മാറ്റം വരേണ്ടത് നമ്മളെക്കാൾ നമ്മുടെ ഭാര്യമാർക്കാണ്. അതുകൊണ്ടാണ് വിവാഹ സമയത്ത് നന്നായി ശ്രദ്ധിക്കണമെന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരാള് തന്റെ മകളെ ഒരു തെമ്മാടിക്ക് കല്യാണം കഴിച്ചു കൊടുത്താൽ ഫഖദ് ഖതഅ റഹമഹ, അവളുമായുള്ള ബന്ധം അവൻ മുറിച്ചവനാണ്. അപ്പോൾ മകളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ സഹോദരിയെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ഒരു തെമ്മാടിക്കാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നെങ്കിൽ അവളുമായുള്ള ബന്ധം അവൻ മുറിച്ചു കളഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആർക്കാ വിവാഹം ചെയ്തു കൊടുക്കേണ്ടത്? വിവാഹം ചെയ്തു കൊടുക്കേണ്ടില്ല. തുസവ്വിജ് ഇബ്നതക ഇല്ലാ ലിതഖിയ്യിൻ, മുത്തഖിയായ ആൾക്കല്ലാതെ നീ മകളെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. മുത്തഖിയായ ആൾക്ക് മാത്രമേ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ, പെൺമക്കളെ. അപ്പൊ പിന്നെ മുത്തഖി അല്ലാത്ത ആളുകൾക്ക് അവിടുന്ന് പെണ്ണ് കിട്ടുമെന്ന് ചോദ്യം ഉണ്ടാകും. അവൻ കല്യാണം കഴിക്കണ്ട, മുത്തഖിയായിട്ട് കഴിച്ചാൽ മതി. നമ്മുടെ മകളെ, നമ്മുടെ സഹോദരിയെ ഒരിക്കലും ഒരു മുത്തഖിയായ മനുഷ്യനല്ലാതെ കല്യാണം കഴിച്ചു കൊടുക്കരുത്. അതിന്റെ ഗുണം നബി പറയുന്നുണ്ട്, ഇൻ അക്രമഹ ഇൻ അഹബ്ബഹ അക്രമഹ. മുത്തഖിയായ മകന ഒരാൾക്കാണ് നീ കല്യാണം കഴിച്ചു കൊടുക്കുന്നതെങ്കിൽ അവളോട് ഇവന് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അവളെ ആദരിക്കും. നിന്റെ മകളെ അവൻ ആദരിക്കും സ്നേഹിച്ചാൽ. ഇവയിൻ അബഗദഹ, വല്ലപ്പോഴും വലിയ ദേഷ്യം നിന്റെ മകളോട് നിന്റെ മരുമകന് തോന്നിയാൽ ലം യദ്ലിമഹ, ഒരിക്കലും ളുൽമു ചെയ്യില്ല, മകളെ ആക്രമിക്കില്ല, അവൻ അടിക്കില്ല, അസഭ്യം പറയില്ല. കാരണം അവൻ മുത്തഖിയാണ്. അപ്പൊ മുത്തഖിയായ ഒരാൾക്ക് മാത്രമേ മക്കളെ വിവാഹം ചെയ്തെടുക്കാൻ. ഒരു പിതാവിന്റെ പ്രഥമ ബാധ്യത എന്ന് പറയുന്നത് തന്റെ മകൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഭർത്താവ് മുത്തഖിയായിരിക്കുക എന്നുള്ളതാണ്. അതാണ് ആദ്യം പരിഹരിക്കുക. രണ്ടാമത്തെ കാര്യം, അവൾക്ക് അർഹമായ മഹർ അവനിൽ നിന്നും വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കണം. എന്റെ മകൾക്ക് എന്ത് മഹർ കിട്ടാനുള്ള യോഗ്യതയുണ്ട്? മഹർ എന്നുള്ളത് എല്ലാവർക്കും ഒരുപോലെയല്ല. നാടിനനുസരിച്ച്, ഇവന്റെ സമ്പത്തിനനുസരിച്ച്, ഇവന്റെ കുടുംബത്തിനനുസരിച്ച് മഹർ വ്യത്യാസപ്പെടും. തന്റെ മകൾക്ക് ഉചിതമായൊരു മഹർ അവനിൽ നിന്നും വാങ്ങിക്കൊടുക്കാൻ ഈ പിതാവിന് കഴിയണം. അതിലൊരു വിട്ടുവീഴ്ച പിതാവ് ചെയ്യരുത്. കാരണം മഹർ എന്നുള്ളത് പെണ്ണിന്റെ അവകാശമാണ്, വാപ്പയുടെയല്ല. മഹർ കിട്ടേണ്ടത് പെണ്ണിനാണ്, വാപ്പയ്ക്കല്ല. അതിലൊരു വിട്ടുവീഴ്ച ചെയ്യരുത്. എന്നാൽ ഈ പെണ്ണുങ്ങൾ മഹറിന് വേണ്ടി ഒരുപാട് വാശി പിടിക്കുകയും ചെയ്യരുത്. അതും നല്ലതല്ല. 3 കാര്യമാണ് ഒരു പെണ്ണിന് ബറക്കത്തുള്ളതിന്റെ അടയാളമായി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു പെണ്ണിൽ 3 കാര്യങ്ങളുണ്ടെങ്കിൽ ആ പെണ്ണ് ബറക്കത്തുള്ള പെണ്ണാണെന്നുള്ള അടയാളമാണ്. ഒന്ന്, ഇസ്റു തസ്വി നിക്കാഹിയ, പെട്ടെന്ന് വിവാഹം നടക്കുക. 1-2 ആലോചന വന്നപ്പോൾ തന്നെ കല്യാണം നടന്നു, അത് ആ പെണ്ണ് ബറക്കത്തുള്ള പെണ്ണാണെന്നതിന്റെ അടയാളമാണ്. ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല, 10-15 ആളുകൾ വന്ന് കണ്ടുപോയിട്ടായിരിക്കും ഒരു കല്യാണം നടക്കുക. മാസങ്ങളും വർഷങ്ങളൊക്കെ നീണ്ടുപോകും. പെട്ടെന്ന് കല്യാണം നടക്കുക. 2, തഅജീലു റഹ്മിഹ, പെട്ടെന്ന് ഗർഭം ധരിക്കുക. വിവാഹം കഴിഞ്ഞ 1 വർഷത്തിനകം ഗർഭിണിയായി, അത് ആ പെണ്ണ് ബറക്കത്തുള്ള പെണ്ണാണെന്നതിന്റെ അടയാളമാണ്. ചിലരുടെ ഗർഭം നീണ്ടുപോകും, 4-5 വർഷം കഴിഞ്ഞിട്ടേക്ക് ഒരു ഗർഭിണിയാകുള്ളൂ. 3-ാമത്തെ അടയാളം അവളുടെ മഹർ കുറയുക എന്നുള്ളതാണ്. മഹർ ധാരാളമായി അധികരിച്ചു പോകുന്നത്, അല്ലെങ്കിൽ അവളുടെ ചെലവ് അധികരിക്കുക എന്നുള്ള ഒരു പെണ്ണ് ബറക്കത്തില്ലാത്ത പെണ്ണാന്നുള്ളതിന്റെ അടയാളമാണ്. അപ്പൊ മഹർ, ന്യായമായൊരു മഹർ തന്റെ മകൾക്ക് കിട്ടുകയും വേണം. എന്നാൽ മഹറിന് വേണ്ടി അന്യായമായി വാശി പിടിക്കല പെണ്ണിനൊട്ട് നല്ലതുമല്ല. ഇന്ന് മഹർ ശരിക്കും പറഞ്ഞൊരു വിഷയമല്ല, കാരണം മഹർ എത്രയും കൊടുക്കും.
1 പവൻ മഹർ ഇട്ട് കഴിഞ്ഞാൽ 10 ഇരട്ടി ഇങ്ങോട്ട് കിട്ടും. അതുകൊണ്ട് മഹർ കൊടുക്കാൻ ആർക്കും പ്രയാസമൊന്നുമില്ല. അതല്ല, പലപ്പോഴും മഹർ കൊടുക്കുന്നത് തന്നെ അവിടെ നിന്ന് അഡ്വാൻസ് മേടിച്ചിട്ടാണ്. അവിടെ നിന്ന് അഡ്വാൻസ് മേടിച്ചിട്ടാണ് മഹർ. ഇതിൻ്റെ അകത്താണ് മഹർ, ഇതിൻ്റെ അകത്താണ് ഇവന്റെ പാൻറ്റും കളസവും കല്യാണത്തിന്റെ ചെലവും ഒക്കെ വഹിക്കണത് ആ പെണ്ണിന്റെ കാശ് മേടിച്ചിട്ടാണ്. അതുകൊണ്ട് മഹറിന്റെ കാര്യത്തിൽ കാര്യമായിട്ട് വരാനൊന്നുമില്ല. നാണമില്ലാത്ത പണിക്ക് നിൽക്കരുതെന്നാണ് എനിക്ക് ആണുങ്ങളോട് പറയാനുള്ളത്. നാണമില്ലാത്ത പണിക്ക് നിൽക്കരുത്. മൂസാ നബി അലൈഹി ഇസ്ലാം ലോകം കണ്ട 3ാമത്തെ മനുഷ്യനാണ്. ലോകത്ത് മനുഷ്യരിൽ പ്രധാനപ്പെട്ട 3ാമത്തെ ആളാണ് മൂസാ നബി അലൈഹി ഇസ്ലാം. അദ്ദേഹം ഷുഐബ് നബി അലൈഹി ഇസ്ലാമിന്റെ മകളെ കല്യാണം കഴിക്കാൻ വേണ്ടി ചെന്നു. മദിയനിൽ ചെന്നപ്പോ ഷുഐബ് നബി തന്റെ മകൾ സഫൂറയെ വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു. മൂസാ നബി അമ്മാശം പറഞ്ഞത്, എന്റെ മകളെ നിനക്ക് കല്യാണം കഴിച്ചു തരാം, പക്ഷേ നീ അതിന് മഹറായിട്ട് എന്റെ 8 വർഷം എന്റെ ആട് മേയ്ക്കണം. അതാണ് മഹർ. 10 വർഷം ചെയ്താൽ നല്ലത്, 8 വർഷമായാലും മതി. 10 വർഷം ആട് മേയ്ക്കുകയാണെങ്കിൽ അതായിരിക്കും എന്റെ മകൾ സഫൂറയ്ക്കുള്ള മഹർ എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ, ലോകം കണ്ട 3ാമത്തെ മനുഷ്യൻ 8 വർഷം അല്ല 10 വർഷം ആട് മേച്ചു. എന്തിനു വേണ്ടി? മഹർ കൊടുക്കാൻ വേണ്ടി. അപ്പൊ മഹർ കൊടുക്കാതെ, അല്ലെങ്കിൽ ന്യായമായ മഹർ കൊടുക്കാതെ, അല്ലെങ്കിൽ സ്ത്രീയുടെ അവളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് മഹർ കൊടുക്കുക എന്നുള്ളത് വൃത്തികെട്ട പരിപാടിയാണ്. അതുകൊണ്ട് മഹർ ന്യായമായിട്ട് തന്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കണം. മഹർ എന്നുള്ളത് ഏത് ചെറുതും മഹറാകാം, പക്ഷെ ഒരു വിലയുള്ള വസ്തു ആകണം, വിലയുള്ളതാകണം മഹർ എപ്പോഴും. ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന ഏറ്റവും വിലപ്പെട്ട മഹർ എന്ന് പറയുന്നത് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ മഹറാണ്. ഉമ്മു സുലൈം റളിയല്ലാഹുവിന്റെ ഭർത്താവ് അബൂ തൽഹ മരണപ്പെട്ടു. അബൂ തൽഹ മരണപ്പെട്ട് 10 വർഷം കഴിഞ്ഞപ്പോൾ അബൂ തൽഹ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വിധവയായി 10 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ ഇവരെ വിവാഹം ആലോചിക്കാൻ വേണ്ടി അബൂ തൽഹ റളിയല്ലാഹു അൻഹു വന്നു. അപ്പോ അബൂ തൽഹയോട് പറഞ്ഞു, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ഒരാൾ എന്നോട് കല്യാണം ആലോചിച്ചാൽ ഞാനത് നിരസിക്കുന്നത് ശരിയല്ല, പക്ഷേ നിങ്ങൾ ഇന്ന് മുശ്രിക്കാണ്. അബൂ തൽഹ മുസ്ലിം ആയിട്ടില്ല. ഞാൻ മുസ്ലിമാണ്. കല്ലുകളെ ആരാധിക്കുന്ന നിങ്ങൾക്ക് ഞാനൊരു ഭാര്യയാകാൻ കഴിയില്ല. ഞാൻ മുസ്ലിമത്താണ്, നിങ്ങൾ കാഫിറത്താണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിനക്ക് സ്വർണമാണോ വേണ്ടത്, വെള്ളിയാണോ വേണ്ടത്? ഞാൻ ഇഷ്ടം പോലെ തരാം, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അവള് പറഞ്ഞു, മുസ്ലിം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ പണമല്ല വേണ്ടത്, നിങ്ങൾ എനിക്കൊരു മഹർ നൽകേണ്ടതുണ്ട്. നിങ്ങൾ മുസ്ലിം ആകാൻ തയ്യാറാണെങ്കിൽ ആ ഇസ്ലാം മഹറായി സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ ഭാര്യയാകാം, വേറെ തടസ്സമൊന്നുമില്ല. അപ്പൊ അദ്ദേഹം അത് സമ്മതിച്ചു. ഉടനെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ചെല്ലുമ്പോൾ മദീന പള്ളിയിൽ ഒരു സദസ്സ് നടക്കുകയാണ്. അദ്ദേഹം വരുന്ന കണ്ടപ്പോൾ വിശ്വാസം പറഞ്ഞു, അദ്ദേഹത്തിന്റെ കണ്ണിനിടയിൽ ഞാൻ ഈമാൻ കാണുന്നുണ്ട്. പ്രവാചകന് നേരത്തെ മനസ്സിലായി അദ്ദേഹം മുസ്ലിം ആകാൻ വേണ്ടി വരികയാണ്. അങ്ങനെ പ്രവാചകന്റെ സദസ്സിൽ വെച്ച് മുസ്ലിമായി ഇസ്ലാം മഹറായി നിശ്ചയിച്ചുകൊണ്ട് ആ വിവാഹം നടക്കുന്നുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞത് മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും നല്ല മഹർ എന്നാണ്. ഒരാളുടെ ഇസ്ലാമാണ് മഹർ എന്ന് പറയുന്നത്. ഏതായിരുന്നാലും മഹർ നിക്കാഹിന്റെ അനിവാര്യതയാണ്. അത് ന്യായമായിട്ട് തന്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കാൻ ഒരു പിതാവിന് കഴിയണം. ഒരു പെണ്ണ് തന്റെ ഒരു കുടുംബിനി എന്ന നിലയ്ക്ക്, ഒരു ഭാര്യ എന്ന നിലയ്ക്ക് ഭർത്താവിനോടുള്ള കടപ്പാടുകളും അദ്ദേഹത്തെ സന്തോഷിപ്പിക്കാനുള്ള വഴികളും സ്വീകരിക്കുമ്പോഴാണ് ഒരു കുടുംബത്തിൽ യഥാർത്ഥത്തിൽ സന്തോഷം ഉണ്ടായിത്തീരുക. വിശ്വാസം പറയുന്നുണ്ട്, ഒരു പെണ്ണിന് സ്വർഗത്തിൽ പോകാൻ 4 കാര്യങ്ങൾ ചെയ്താൽ മതി. അന്നൽ മർഅത ഇദാ സല്ലത്ത് ഖംസ വസാമത്ത് ശഹറഹ വഅതഅത് സൗജഹ വഹഫിളത് ഫർജഹ ഖീല ലഹ ഉദ്ഖുലിൽ ജന്ന ബിഅയ്യി അബ്വാബിൽ ജന്നതി ശിഅതി. നമ്മെ സംബന്ധിച്ചിടത്തോളം 4 അല്ല 40 കാര്യം ചെയ്താലും സ്വർഗം ഉറപ്പില്ല. ഒരു പെണ്ണിന് 4 കാര്യങ്ങൾ മതി സ്വർഗം കിട്ടാൻ. 4 കാര്യങ്ങൾ ചെയ്താൽ ആ പെണ്ണിനോട് നാളെ പറയപ്പെടും, ഉദ്ഖുലിൽ ജന്ന, പെണ്ണെ നീ സ്വർഗത്തിലേക്ക് കിടക്കുക, ബി അയ്യി അബ്വാബിൽ ജന്നത്തി ശിഅതി, സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്, നിനക്ക് എതിലേയും കടന്നു വരാം. അങ്ങനെ കിടക്കുന്ന ഒരാളേ ഉള്ളൂ, അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഈ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോഴാണ് ഈ പെണ്ണിനോട് പറയുക, സ്വർഗത്തിന്റെ ഏത് കവാടത്തിലൂടെ നിനക്ക് കടന്നു വരാം, 4 കാര്യങ്ങൾ ചെയ്താൽ മതി. 1, 5 നേരം നിസ്കരിക്കാം. 5 നേരം നിസ്കരിക്കാം. അതിൽ തന്നെ പെണ്ണിന് വിട്ടുവീഴ്ചയുണ്ട്. 5-6 ദിവസം അവധിയുണ്ട്. നമുക്ക് മാസത്തിൽ എല്ലാ ദിവസവും നിസ്കരിക്കാം. പെണ്ണുങ്ങൾക്ക് 5-6 ദിവസം, മാക്സിമം ഒരു 15 ദിവസം വരെ പെണ്ണിന് ചുട്ടി കിട്ടും. ആ നിസ്കാരം പിന്നെ ഒരു കളാവിട്ടവും വേണ്ട, നിസ്കരിക്കേ വേണ്ട. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഒഴിവില്ല. 2ാമത്തെ റമദാനിലെ നോമ്പ് പിടിക്കുക. ആ നോമ്പിലും അവൾക്ക് അവധിയുണ്ട്. അവൾക്ക് പീരീഡ് സമയമാണെങ്കിൽ നോമ്പ് പിടിക്കണ്ട, പിന്നെ അത് കളാവിട്ടിയാൽ മതി. പക്ഷെ കളാ വീട്ടണമെന്ന് പറയുമ്പോൾ പോലും നോമ്പ് റമദാനിൽ പിടിച്ച കൂലി അല്ലാഹു തആല അവൾക്ക് കൊടുക്കും.
നമ്മൾ ഇന്നൊരു നോമ്പ് രോഗം കൊണ്ട് നഷ്ടപ്പെടുത്തി പിന്നെ കളാവിട്ടിയാൽ പോലും റമദാനിൽ പിടിച്ച കൂലി കിട്ടൂല. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ അവരുടെ പീരീഡിന്റെ പേരിൽ നഷ്ടപ്പെടുന്ന നോമ്പ് കളാവിട്ടി കഴിഞ്ഞാൽ റമദാനിൽ പിടിച്ച കൂലി അല്ലാഹു തആല കൊടുക്കുകയും ചെയ്യും. ഇതാണ് രണ്ട് കാര്യം. ഈ രണ്ട് കാര്യം പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസമല്ല. ഇനി പറയുന്ന രണ്ട് കാര്യങ്ങളിലാണ് പെണ്ണുങ്ങൾ കൂടുതലും നരകത്തിൽ പോവുക. ഭർത്താവിനെ അനുസരിക്കുക. ഭർത്താവിനെ അനുസരിക്കുന്ന വിഷയത്തിലാണ് സ്ത്രീകൾക്ക് പലപ്പോഴും പാളിച്ചകൾ സംഭവിക്കുക. അതുകൊണ്ടാണ് സ്ത്രീകൾ പലരും നരകത്തിൽ പോവുക. നാലാമത്തെ കാരണം ഹഫിളത്ത് ഫർജഹ, ശരീരം സൂക്ഷിക്കുന്ന കാര്യത്തിൽ. അന്യപുരുഷന്മാരെ തൊട്ട് ശരീരം സൂക്ഷിക്കുന്ന കാര്യത്തിലും സ്ത്രീകൾക്ക് വീഴ്ച സംഭവിക്കും. ഈ കാരണങ്ങൾ, രണ്ട് കാരണങ്ങളൊക്കെ ഉണ്ടായിരിക്കും അധികം സ്ത്രീകളും നരകത്തിൽ പോവുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തലഅതു ഇലൽ ജന്നതി വന്നാരി, ഞാൻ സ്വർഗം കണ്ടു, നരകം കണ്ടു. നരകത്തിൽ ഞാൻ കൂടുതലും കണ്ടത് സ്ത്രീകളായിരുന്നു കൂടുതലും നരകത്തിലുണ്ടായിരുന്നത്. 4 കാര്യം കൊണ്ട് സ്വർഗത്തിൽ പോകാവുന്ന സ്ത്രീകളാണ് കൂടുതലും നരകത്തിലേക്ക് പ്രവേശിച്ചത്. കാരണം അവർ ഈ 2 വിഷയത്തിൽ അവർക്ക് തെറ്റുകളും കുറ്റങ്ങളും പോരായ്മകളും സംഭവിക്കും. അതാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ തന്റെ ഭർത്താവിനെ സേവിക്കുന്ന വിഷയത്തിൽ, ഭർത്താവിനെ സ്നേഹിക്കുന്ന വിഷയത്തിൽ വലിയ ഉത്തരവാദിത്വം സ്ത്രീകൾക്കുണ്ട്. വലിയ ഉത്തരവാദിത്വവും വലിയ ബാധ്യതയും അവർക്കുണ്ട്. അത് പലപ്പോഴും സ്ത്രീകൾ മറന്നുപോവുകയാണ്. ആരാണ് തന്റെ ഭർത്താവ്? ഈ ലോകത്തൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കടപ്പെട്ടത് തന്റെ ഭർത്താവിനോട്. ഇന്നലെ ഭാര്യമാരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, ഭർത്താക്കന്മാരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞു. ചിലരൊക്കെ പറഞ്ഞു അതൊന്നും സ്ത്രീകളെ അറിയിക്കരുത്. സ്ത്രീകൾ ഏതായാലും അറിയും, ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്നിപ്പോ ഏതായിരുന്നാലും ഭർത്താക്കന്മാർക്ക് സന്തോഷമാണ്. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഈ ലോകത്ത് ഏറ്റവും കടപ്പെട്ടത് തന്റെ ഭർത്താവാണ്. 3 വിഭാഗം ആളുകളുടെ നമസ്കാരം അല്ലാഹു ഒരു ചാൺ മുകളിൽ ഉയർത്തുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളുടെ അമല് ശരിക്കും ഒരു ചാൺ ഉയർന്നാ പോരാ, ഉയർന്നുയർന്ന് ഇല്ലീനി ചെല്ലണം. അർശിന്റെ താഴ്ഭാഗത്താണ് അമലുകൾ സ്വീകരിക്കുന്ന കേന്ദ്രം. അവിടെയാണ് മുഅ്മിനീങ്ങളുടെ റൂഹുകളുടെ സങ്കേതവും. അവിടെ ചെന്നാലേ അമല് കബൂല എന്ന് പറയാൻ പറ്റുള്ളൂ. 3 വിഭാഗം ആളുകളുടെ നമസ്കാരം അല്ലാഹു ഒരു ചാൺ, തലയ്ക്ക് മുകളിൽ ഒരു ചാൺ പോലും ഉയർത്തുകയില്ല. നമസ്കാരം ഉയർത്തൂല്ലെങ്കിൽ ഒരു അമലും അല്ലാഹു തആല ഉയർത്തൂല. 1 റജുലുൻ അമ്മ ഖൗമൻ വഹും ലഹു കാരിഹു, ഒരു സമൂഹത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു, ഒരു സമൂഹത്തിന്റെ ഇമാമായി. ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും അദ്ദേഹത്തിന്റെ വെറുപ്പാണ്, എന്നിട്ടും നേതൃത്വത്തിൽ ഇരിക്കുന്നു. ഒരു പ്രസിഡന്റ്, ഒരു സെക്രട്ടറി, ഒരു ഇമാമ്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു മുനിസിപ്പൽ കൗൺസിലർ, ഭൂരിപക്ഷ ആളുകൾക്കും വെറുപ്പായിട്ടും ആ സ്ഥാനത്ത് തുടരാൻ രാജിവെക്കുന്നില്ല. ഇത്തരക്കാരുടെ നമസ്കാരം അല്ലാഹു ഒരു ചാൺ മുകളിലേക്ക് ഉയർത്തുകയില്ല. ഭൂരിപക്ഷ ആളുകൾക്കും വെറുപ്പാണ്, അപ്പൊ രാജിവെക്കണം. രണ്ടാമത്തത് അഹ്വാനി സാരിമാനി, പിണങ്ങിക്കഴിയുന്ന 2 സഹോദരങ്ങൾ. ദുനിയാവിൽ ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി 3 ദിവസത്തിലകം അധികം പിണങ്ങിക്കഴിയുന്ന സഹോദരങ്ങൾ. അവരുടെയും അമൽ അല്ലാഹു തആല ഒരു ചാൺ മുകളിലേക്ക് ഉയർത്തൂല, അവർ യോജിപ്പിലാകുന്നത് വരെ. മൂന്നാമത്തത് ഒമ്രായത്തിനൊരു പെണ്ണ്, ബാത്തത്ത്, അവൾ രാത്രി കിടന്നുറങ്ങി, സാഹിത്തൻ അലാ സൗജിഹ, ഭർത്താവിനോട് പിണങ്ങിക്കൊണ്ട് രാത്രി കിടന്നുറങ്ങിയ പെണ്ണ്. അവളുടെ ഇബാദത്തും അല്ലാഹു തആല സ്വീകരിക്കില്ല. അവളുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കില്ല. അയ്യുമമ്രഅത്തിൻ ഖറജത്ത് ബിഗൈരി ഇദ്നി സൗജിഹ, ഏതൊരു പെണ്ണാകട്ടെ ഭർത്താവിന്റെ അനുമതിയില്ലാതെ വീട്ടിന് വെളിയിലേക്ക് ഇറങ്ങിയാൽ ലഅനത്ഹ, അവളെ ആകാശത്തുള്ള സർവ്വ മലക്കുകളും ശപിക്കും, ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളും ശപിക്കും, 2 പേരൊഴിച്ച് മനുഷ്യരും ജിന്നുകളും. മനുഷ്യരും ജിന്നുകളുമല്ലാത്ത മുഴുവൻ വസ്തുക്കളും, മുഴുവൻ മാലാഖമാരും ആ പെണ്ണിനെ ശപിച്ചുകൊണ്ടിരിക്കും. അത്രമാത്രം ഗൗരവമുള്ള വിഷയമാണ് ഈ വിഷയത്തിൽ സ്ത്രീകൾക്ക് തങ്ങളുടെ ഭർത്താക്കന്മാരുള്ള കടമകളും ബാധ്യതകളും എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 3 യോഗ്യതകൾ ഒരു പെണ്ണിലുണ്ടെങ്കിൽ ആ പെണ്ണ് സ്വാലിഹായ പെണ്ണാണ്. നമ്മൾ ആഗ്രഹിക്കേണ്ടത് അങ്ങനത്തെ ഒരു ഭാര്യനെ കിട്ടാനാണ്, അല്ലെങ്കിൽ കിട്ടിയ ഭാര്യ അങ്ങനെ ആയി തീരാൻ വേണ്ടിയാണ്. 1 ഇൻ അമർഹ അതാഅതുഹു, നമ്മുടെ കൽപ്പനകളെ അനുസരിക്കുക. ഭർത്താവ് പറഞ്ഞാൽ അനുസരിക്കുക. അനുസരിക്കേണ്ട കാര്യങ്ങൾ ഒരു ഭർത്താവ് പറയുമ്പോൾ ആ പെണ്ണ് അനുസരിക്കുക. അതൊരു ആ പെണ്ണ് സ്വാലിഹാണെന്നതിന്റെ അടയാളമാണ്. എന്തെല്ലാം അനുസരിക്കണം? ദീനിൽ അള്ളാഹുവിന്റെ ശറഅ് വിലങ്ങാത്ത എല്ലാ കാര്യവും ഒരു ഭാര്യ അനുസരിക്കണം. സഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ ഒരു പ്രമുഖനായ ഒരു സഹാബിയാണ്. അദ്ദേഹം ഒരിക്കൽ പ്രവാചകന്റെ സദസ്സിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ആ സദസ്സിലേക്ക് കയറി വരുന്നുണ്ട്. പ്രവാചകൻ അവിടെ ഉണ്ട്. അപ്പോൾ പ്രവാചകനോട് ആ പെണ്ണ് പറഞ്ഞു, നബിയെ, ഞാൻ എന്റെ ഭർത്താവിനെ കുറിച്ച് പരാതി പറയാൻ വന്നതാണ്. 3 പരാതികൾ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. പ്രവാചകൻ പറഞ്ഞു, പറയാം. അപ്പൊ ആ പെണ്ണു ഇങ്ങനെ തന്റെ 3 പരാതികളും പ്രവാചകൻ മുന്നിൽ പറയാണ്. ഒന്നാമത്തെ പരാതി, 1 മനുഷ്യൻ എന്നെ നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ല.
വളരെ ഗൗരവമുള്ളൊരു പരാതിയെ പറയണം. നിസ്കരിക്കാൻ അനുവദിക്കുന്നില്ല. രണ്ടാമത് എന്നെ അയാൾ നോമ്പ് പിടിക്കാനും സമ്മതിക്കുന്നില്ല. അതും അതീവ ഗൗരവമാണ്. മൂന്നാമത്തെ പരാതി, അദ്ദേഹം സുബഹി നമസ്കരിക്കുന്നത് താമസിച്ചിട്ടാണ്. ഉദയത്തിന് ശേഷമാണ് സുബഹി നമസ്കരിക്കുക. ഈ 3 പരാതികളും സുഫ്വാൻ ഇബ്നു മുഅത്തൽ റളിയല്ലാഹുവിന്റെ ഭാര്യ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സദസ്സിലിരിക്കുന്ന സുഫ്വാനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്നെ കുറിച്ചാണ് ഈ 3 പരാതികളിലൂടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ ഭാര്യ, നിനക്കെന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവള് പറഞ്ഞ 3 ശരിയാണ്, പക്ഷെ അതിന് ചില വിശദീകരണങ്ങൾ എനിക്ക് നൽകാനുണ്ട്. ഞാൻ അവളെ നമസ്കരിക്കാൻ അനുവദിക്കില്ല എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഏത് നിസ്കാരമാണെന്ന് അങ്ങേക്ക് അറിയുമോ? അവൾ ഒരു റക്അത്തിൽ 2 സൂറത്ത് ഓതും. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, ഒരു റക്അത്തിൽ 1 സൂറത്ത് ഓതിയാൽ മതി, 2 സൂറത്ത് ഓതണ്ട, 2 ഓതാൻ പറ്റൂല. പക്ഷെ അവള് 2 സൂറത്ത് ഓതും. ഇതാണ് ഞാൻ സമ്മതിക്കാത്ത നിസ്കാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ്വാന്റെ ഭാര്യയോട് പറഞ്ഞു, നമ്മൾ 1 സൂറത്ത് ഓതിയാൽ മതി. ഭർത്താവ് പറഞ്ഞാൽ അതനുസരിക്കണം. നിസ്കാരമാണ്, അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്ന നിസ്കാരത്തിൽ പോലും 1 സൂറത്ത് മതി എന്ന് ഭർത്താവ് പറഞ്ഞാൽ നീ അതനുസരിക്കാം. 1 മതിയല്ലോ, 2 ഓതണ്ട. പിന്നെ ഞാൻ അവളെ നോമ്പ് പിടിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഏത് നോമ്പാന്നറിയോ? ഒരു ഫർദ് നോമ്പിന് ഞാൻ അവൾക്ക് തടസ്സം നിൽക്കാറില്ല. പക്ഷെ അവൾ പലപ്പോഴും സുന്നത്തും പിടിക്കും. ഞാൻ അവളോട് പറയും, നീ എന്നും ഇങ്ങനെ സുന്നത്തും പിടിച്ച ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ അവളോട് സുന്നത്ത് നോമ്പുകൾ എന്റെ അനുവാദത്തോടുകൂടിയേ പിടിക്കാൻ പറ്റൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മോളെ, ഭർത്താവ് അനുവദിക്കുന്നില്ലെങ്കിൽ സുന്നത്തും പിടിക്കരുത്. ഫർദ് നോമ്പിന്റെ ഭർത്താവിന്റെ അനുവാദം വേണ്ട, സുന്നത്ത് നോമ്പിന് ഭർത്താവിന്റെ അനുവാദം വേണം. മൂന്നാമത് എന്നെ കുറിച്ച് പറഞ്ഞ്, ഞാൻ സുബഹി താമസിച്ച് നിസ്കരിക്കുന്നു അല്ലേ, അത് ശരിയാണ്. ഞാൻ പലപ്പോഴും പകലന്തിയോളം പണിയെടുക്കുന്ന ഒരു കൂലിപ്പണിക്കാരനാണ്. ഞാൻ വൈകിട്ട് വന്ന് കിടന്നുറങ്ങുമ്പോൾ ക്ഷീണിതനായിരിക്കും. രാവിലെ എഴുന്നേക്കാൻ പലപ്പോഴും വൈകി പോകാറുണ്ട്. അത് ശരിയാണത്. പ്രവാചകൻ സഫ്വാനോട് പറഞ്ഞു, സുബഹി നിസ്കരിക്കാൻ താമസിക്കരുത്, സുബഹി നേരത്തെ എഴുന്നേറ്റ് നിസ്കരിക്കണം. ആ ഉപദേശവും സ്വീകരിച്ച് സഫ്വാൻ അവിടെ നിന്ന് പോകുന്നു. അതുകൊണ്ട് അനുസരണ ബോധം എന്നുള്ളത് ഒരു സ്ത്രീക്ക് ഉണ്ടാകേണ്ട 1ാമത്തെ യോഗ്യതയാണ്. അനുസരിക്കേണ്ട കാര്യങ്ങൾ ഒരു പെണ്ണ് അനുസരിക്കും. രണ്ടാമത്തത്, ഇന്നലർത്ത ഇലൈഹ സറത്തുക, നീ അവളെ നോക്കിക്കഴിയുമ്പോൾ നിനക്ക് സന്തോഷം തോന്നണം. അവളുടെ മുഖം കണ്ടാൽ നമുക്കൊരു സന്തോഷം വരണം. അതിനെന്ത് വേണം? ഒരു പെണ്ണ് അവളുടെ ഉള്ളും പുറവും ശുദ്ധമാക്കണം, സ്വഭാവം നന്നാക്കണം, അവളുടെ ശരീരവും നന്നാക്കണം. അവൾ അഴകാകണം, ഭംഗിയാകണം, അണിഞ്ഞൊരുങ്ങണം തന്റെ ഭർത്താവിന് വേണ്ടി. ഇത് നമ്മൾ തിരിച്ചു ചെയ്യണം. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. വിവാഹിതയായ പെണ്ണിന് മൈലാഞ്ചി ഇടൽ സുന്നത്താണ്. അവിവാഹിതയായ പെണ്ണിന് മൈലാഞ്ചി ഇടൽ കറാഹത്തുമാണ്, സുന്നത്തില്ല. ഒരു പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കിലേക്ക് ഒരു കത്ത് വെച്ചിങ്ങനെ നീട്ടി, എന്തോ ഒരു എഴുതിയ ഒരു കത്ത് റസൂലിന്റെ അടുക്കിലേക്ക് നീട്ടി കൊടുത്തപ്പോൾ റസൂൽ ആ പെണ്ണിന്റെ നഖം കണ്ടു. അപ്പോൾ ചോദിച്ചു, നീ വിവാഹിതയാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അതെ. എന്തുകൊണ്ടാണ് നിന്റെ കൈയുടെ നഖങ്ങൾ നീ മൈലാഞ്ചി കൊണ്ട് ചുമപ്പിക്കാത്തത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. വിവാഹിതയാണെങ്കിൽ നിന്റെ ഭർത്താവിന് വേണ്ടി നിന്റെ കൈനഖങ്ങൾ ചുമപ്പിക്കണ്ടേ എന്നാണ് ആ പെണ്ണോട് ചോദിക്കുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് സുന്നത്താണ്, അത് ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. സുറുമയിടുക എന്നുള്ളത് ആണിനും സുന്നത്താണ്, പെണ്ണിനും സുന്നത്താണ്. സുറുമയിടുക, സുറുമയിട്ട കണ്ണുകൾ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. അതുകൊണ്ടാണ് ഹൂറുൽ ഈൻ എന്നാണ് സ്വർഗീയ സുന്ദരികൾക്ക് പറയുക. ഈൻ എന്നുള്ളത് ഐൻ എന്നതിൽ നിന്നുള്ളതാണ്. ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണാണ്. അപ്പൊ ഹൂറുൽ ഈൻ എന്ന് പറഞ്ഞാൽ കണ്ണ് വിശാലമായ പെണ്ണുങ്ങൾ എന്നാണ്. അതാണ് സ്വർഗീയ സുന്ദരികൾ. അപ്പൊ സ്ത്രീകൾക്കും ഈ സുറുമ സുന്നത്ത്, പുരുഷനും സുറുമ സുന്നത്ത്. എന്തിന്? അത് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവരെ ആകർഷിക്കാനുള്ള സൗന്ദര്യത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതുപോലെ ശരീരത്തിൽ നീക്കിക്കളയേണ്ട രോമങ്ങൾ, നീക്കിക്കളയേണ്ട രഹസ്യഭാഗങ്ങളിൽ രോമങ്ങളൊക്കെ ഒരു 40 ദിവസത്തിൽ കഴിയുന്നതിന് മുമ്പ് നീക്കിക്കളയണം. മാക്സിമം അതിന്റെ അവധി 40 ദിവസമാണ്. അതിനു മുമ്പ് നീക്കണം. അല്ലെങ്കിൽ അവിടെ പിശാചുകളുടെ സാന്നിധ്യം ഉണ്ടാകും. മനുഷ്യന് ഇത്രമാത്രം വെറുപ്പുള്ള രോഗങ്ങൾ വേറെയില്ല. അത് പുരുഷനും ശ്രദ്ധിക്കണം, സ്ത്രീയും ശ്രദ്ധിക്കണം. അതുപോലെ പുരുഷന്മാര് അവരുടെ തലമുടി വെട്ടി, മീശ വെട്ടി, താടി ഒതുക്കി വെച്ച് ഭാര്യമാർക്ക് വേണ്ടി ഭംഗിയാകണം. ഇതൊക്കെ ദീനിലെ സുന്നത്തുകളാണ്. തലമുടി വടിക്കാൻ ഒരിക്കലേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കലേ തലമുടി വടിച്ചിട്ടുള്ളൂ, മുണ്ടനം ചെയ്തിട്ടുള്ളൂ. അത് ഹജ്ജിന്റെ വേളയിലാണ്. അപ്പൊ തലമുടി വടിക്കലല്ല, തലമുടി വൃത്തിയായി വളർത്തി അത് എണ്ണ കൊടുത്ത് ചീകി വെച്ച് ഭാര്യയുടെ മുന്നിൽ വരുമ്പോൾ വൃത്തിയായിട്ട് വരിക. അത് ഭാര്യയ്ക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങൽ സുന്നത്തായ ഒരു സുന്നത്തായ രീതിയാണ്. മീശ വടിക്കരുത്. മീശ വടിക്കല് നബിയുടെ സുന്നത്തല്ല, അമിതാഭ് ബച്ചന്റെ സുന്നത്താണത്. നബിയുടെ സുന്നത്ത് എന്ന് പറഞ്ഞ മീശ വെട്ടി നിർത്തലാണ്. ചുണ്ടിലേക്ക് ഇറങ്ങാത്ത രീതിയിൽ മീശ വെട്ടി നിർത്തി. തീരെ മീശ വടിച്ചു കളഞ്ഞാൽ പൗരുഷം നഷ്ടപ്പെടും. പിന്നെ ആണും പെണ്ണും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അപ്പൊ മീശ വെട്ടി നിർത്തി തന്റെ പൗരുഷം പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ തന്റെ ഭാര്യയുടെ മുന്നിൽ സുന്ദരനായിട്ട് ചെല്ലുക. താടി വളർത്തൽ സുന്നത്താണ്. പക്ഷെ താടി കൃത്യമായ ഒരു സൗന്ദര്യ ബോധത്തോടു കൂടി തന്നെ ഒതുക്കി നിർത്തി തന്റെ ഭാര്യയുടെ മുന്നിൽ ചെല്ലുക.
വൃത്തിയോടുകൂടി സമീപിക്കുക. ഭാര്യയ്ക്ക് ഇഷ്ടമുള്ള വസ്ത്രം ഭർത്താവ് ധരിക്കുക, ഭർത്താവിന് ഇഷ്ടമുള്ള വസ്ത്രം ഭാര്യയും ധരിക്കുക. വസ്ത്രം തീരുമാനിക്കേണ്ടത് നമ്മളല്ല, മറ്റുള്ളവരാണ്. ഭക്ഷണം തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ഞാൻ എത്ര കഴിക്കണമെന്ന് എനിക്ക് തീരുമാനിക്കാം. വസ്ത്രം തീരുമാനിക്കേണ്ടത് മറ്റുള്ളവർ പറയണം ഈ വസ്ത്രം പോരാ, ഇതല്ല നല്ലതെന്ന് പറഞ്ഞാൽ ഞാനത് അംഗീകരിക്കണം. ഭാര്യ ഏത് വസ്ത്രം ധരിക്കണമെന്ന് ഭർത്താവിന് പറയാം, ഭർത്താവ് ഏത് വസ്ത്രം ധരിക്കണമെന്ന് ഭാര്യയ്ക്ക് നിർദ്ദേശിക്കാം. ആ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ചുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവരുടെ രൂപത്തിൽ അവർ സുന്ദരന്മാരായി മാറുക, സുന്ദരികളായി മാറുക പരസ്പരം. സ്ത്രീകളും എങ്ങനെയാകണം? ഒരു പെണ്ണ് വെളിയിൽ പോകുന്ന സമയത്തല്ല ഏറ്റവും നല്ല വസ്ത്രം ധരിക്കേണ്ടത് തന്റെ ഭർത്താവിന്റെ മുന്നിലാണ്, തന്റെ ഭർത്താവിന്റെ മുന്നിലാണ്. ഇങ്ങനെ പരസ്പരമുള്ള ആകർഷണം ഉണ്ടാക്കി തീർക്കുക. മൂന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈൻ ആബ, ഈ ഭർത്താവ് സ്ഥലത്തില്ലാത്ത സമയത്ത് അവൾ അവളുടെ ശരീരം സൂക്ഷിക്കണം, അവളുടെ വീട് സൂക്ഷിക്കണം, ഭർത്താവിന്റെ സമ്പത്ത് സൂക്ഷിക്കണം. ഇത് പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തമാണ്. ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ഒരാളെ ആ വീട്ടിൽ കയറ്റരുത്, ആരാണെങ്കിലും കയറ്റരുത്. സഹാബാക്കൾ ചോദിച്ചു, അഫറഅയ്തൽ ഹംവ യാ റസൂലല്ലാഹ്, ഭർത്താവിന്റെ സഹോദരങ്ങൾ വന്നാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഭർത്താവിന്റെ സഹോദരങ്ങൾ വീട്ടിലേക്ക് വരുന്നതിന് കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു ഭർത്താവില്ലാത്ത സമയത്ത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അൽ ഹംവ അൽ മൗതൂന, അവരെ കൊണ്ട് ഏറ്റവും നാശം. അങ്ങനെ അവർക്ക് സ്വാതന്ത്ര്യം, ആരും തെറ്റിദ്ധരിക്കൂലല്ലോ. ഭർത്താവിന്റെ സഹോദരൻ ഇങ്ങോട്ട് കയറി വന്നാൽ ആരും തെറ്റിദ്ധരിക്കൂല, അവർക്ക് സൗകര്യമുണ്ട്. അന്യൊരാൾ വന്നാൽ അയലൊക്കക്കാർ വീക്ഷിക്കും. ഭർത്താവിന്റെ സഹോദരനെ കൊണ്ടാണ് ഏറ്റവും നാശം. ഈ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ സഹോദരനെ കാണൽ ഹറാമാണ്. അപ്പൊ കാണൽ ഹറാമായ ഒരു വ്യക്തിയെ ഭർത്താവില്ലാത്ത സമയത്ത് എങ്ങനെയാണ് വീട്ടിൽ കയറ്റുക? അവരൊരിക്കലും കയറ്റരുത് ഭർത്താവില്ലാത്ത സമയത്ത്. നിങ്ങൾക്ക് അവർ അറിയാം, റംല റളിയല്ലാഹു അൻഹ റസൂലിന്റെ ഭാര്യയാണ്. ഉമ്മു ഹബീബ എന്നും അവർക്ക് പേരുണ്ട്. അബൂ സുഫിയാന്റെ മകളാണ്. അബൂ സുഫിയാൻ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. നബി തങ്ങൾ മദീനയിൽ താമസിക്കും. ഈ അബൂ സുഫിയാൻ തന്റെ മകളെ കാണാൻ വേണ്ടി വരികയാണ് ഒരിക്കൽ. റസൂലിന്റെ ഭാര്യയാണ്, അബൂ സുഫിയാന്റെ മകളുമാണ്. ഒരിക്കൽ മകളെ കാണാൻ വേണ്ടി വാപ്പ വരികയാണ്. വാപ്പ ദൂരേന്ന് വരുന്നത് മകള് കണ്ടു. അപ്പോൾ വീടിന്റെ ഉമ്മറത്ത് സിറ്റ് ഔട്ടിൽ ഒരു വിരിപ്പ് കിടക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നാൽ ഇരിക്കാറുള്ള വിരിപ്പാണത്. വാപ്പ വരുന്ന കണ്ട് മകൾ ഈ വിരിപ്പ് ചുരുട്ടിക്കൊണ്ടുപോയി അകത്തു വെച്ചു. അബൂ സുഫിയാൻ പറയണ, എനിക്കിത് വല്ലാത്ത വിഷമായി. കാരണം ഒരു ഗസ്റ്റ് കയറി വരുമ്പോൾ മുമ്പിൽ കിടക്കുന്ന കസേര എടുത്തുകൊണ്ട് അകത്ത് വെച്ചിട്ട് അയാളെ ഇരുത്താതിരിക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും വിഷമ ഗസ്റ്റിന്? വരുന്നത് സ്വന്തം വാപ്പയാണ്. മകൾ വിരിപ്പ് ചുരുട്ടിക്കൊണ്ടുപോയി അകത്ത് വെക്കുകയാണ്. അബൂ സുഫിയാൻ വന്നിങ്ങനെ മുറ്റത്ത് നിൽക്കുകയാണ്. എന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, മോളെ, ആ വിരിപ്പിലിരിക്കാനുള്ള യോഗ്യത വാപ്പയ്ക്കില്ലാത്തത് കൊണ്ടാണോ, അതോ വാപ്പയ്ക്ക് ഇരിക്കാനുള്ള യോഗ്യത വിരിപ്പിലില്ലാത്തത് കൊണ്ടാണോ ആ വിരിപ്പ് ചുരുട്ടിക്കൊണ്ടുപോയത്? എന്റെ യോഗ്യത കുറവാണോ അതോ വിരിപ്പിന്റെ യോഗ്യത കുറവാണോ എന്ന് അബൂ സുഫിയാൻ മകളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മകൾ പറഞ്ഞൊരു മറുപടി ഉണ്ട് ചരിത്രത്തിൽ. വാപ്പ, ഈ വിരിപ്പ് ഫിറാശു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ആ ചുരുട്ടിക്കൊണ്ടുപോയി വിരിപ്പുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂൽ ഇരിക്കുന്ന വിരിപ്പാണത്. അന്ത റജുലുൻ മുശ്രിക്, നിങ്ങളൊരു മുശ്രിക്കായ മനുഷ്യനാണ്. എന്റെ വാപ്പയൊക്കെ തന്നെയാണ്, പക്ഷെ നിങ്ങളിപ്പോ മുശ്രിക്കാണ്. ഇത് റസൂലുള്ള ഇരിക്കുന്ന വിരിപ്പാണ്, ഇവിടെ ഇരിക്കാനുള്ള യോഗ്യത നിങ്ങൾക്കില്ല. സ്വന്തം വാപ്പയെ പോലും ആ വിരിപ്പിൽ ഇരുത്തിയില്ല. കാരണം അത് മുശ്രിക്കായ മനുഷ്യനാണ്. റസൂലിന് ഇത് ഇഷ്ടമല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അപ്പൊ ഭർത്താവിന്റെ ഇംഗിതങ്ങൾ, ഭർത്താവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ, ഇത്തരം വിഷയത്തിൽ ഒരു ഭാര്യ നിർബന്ധമായിട്ടും പാലിച്ചിരിക്കണം. അതൊരു ഭാര്യയുടെ നിർബന്ധമായ ഒരു കടമയാണ്, നിർബന്ധമായ ബാധ്യതയാണ്. അപ്പൊ ഈ 3 യോഗ്യതകൾ ഒരു സ്ത്രീയിൽ ഉണ്ടായിത്തീരുമ്പോഴാണ് ഒരു സ്ത്രീ സ്വാലിഹത്തായി തീരുക. അങ്ങനെയുള്ള സ്ത്രീയെ ഒരാൾക്ക് ഭാര്യയായി കിട്ടുമ്പോഴാണ് അയാൾ വിജയിച്ചവനായിത്തീരുക. അതുകൊണ്ടാണ് വിശ്വാസം പറഞ്ഞത്, ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനുള്ള പെണ്ണിനെ കൊണ്ട് നീ വിജയിച്ചോ. ഒരു പെണ്ണിന് മതബോധമുണ്ടെങ്കിൽ, സമ്പത്തില്ലെങ്കിലും സൗന്ദര്യമില്ലെങ്കിലും എന്തില്ലെങ്കിലും മതബോധം ഒരു പെണ്ണിനുണ്ടെങ്കിൽ ആ പെണ്ണിനെ വിവാഹം കഴിച്ചാൽ അവന് ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇണകളെ തെരഞ്ഞെടുക്കുമ്പോൾ മതബോധത്തെ അടിസ്ഥാനമാക്കി തെരഞ്ഞെടുക്കുക. എന്നാലേ ആ വീട്ടിൽ സ്നേഹം നിലനിൽക്കുകയുള്ളൂ, സ്നേഹമുള്ള വീട്ടിലെ സന്തോഷമുണ്ടാവുകയുള്ളൂ. അവിടെ മക്കൾക്ക് ധാർമ്മികമായ ഉയർച്ചയും ഉന്നതിയും ഉണ്ടായിത്തീരുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.